ഇന്നിപ്പോൾ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറും കഴക്കൂട്ടം MLA-യുമായിട്ടുള്ള ശ്രീ വി മുരളീധരൻ അവர்களാണ്. ഒപ്പം പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S സുരേഷും ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കും. എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് കേരളത്തിൻ്റെ നിയമസഭയുടെ ചരിത്രത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ 3 അംഗങ്ങൾ നിയമസഭാ അംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളോട് നന്ദി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി രാജ്യമെമ്പാടും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസിത ഭാരതം നടപ്പിലാക്കാൻ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യത്തിലേക്കുള്ള പാതയിൽ അതിനു വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങളുടെ ഭാഗമായി കേരളത്തെയും ആ പാതയിലേക്ക് നയിക്കാൻ കേരളത്തിലെ ജനങ്ങൾ നൽകിയിട്ടുള്ള അവസരത്തിന് നന്ദി രേഖപ്പെടുത്താൻ കൂടി ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. മാധ്യമപ്രവർത്തകരോട് എനിക്ക് പ്രത്യേകമായിട്ട് പാർട്ടിയുടെ 3 MLA-മാർക്ക് വേണ്ടി, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന് വേണ്ടി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഞങ്ങൾ ഒരു വേറിട്ട ശബ്ദമായി വികസനത്തിന് വേണ്ടിയിട്ടുള്ള ശബ്ദം രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് സർക്കാരുമായിട്ടാണെങ്കിലും പ്രതിപക്ഷവുമായിട്ടാണെങ്കിലും ഒക്കെ യോജിച്ച് നീങ്ങണം എന്നുള്ളതാണ് ഞങ്ങളുടെ സമീപനം. അതേസമയത്ത് നാടിൻ്റെയും ജനങ്ങളുടെയും താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള സമീപനം ഉണ്ടാകുമ്പോൾ ആ വിയോജിപ്പ് ശക്തമായിട്ട് തന്നെ സഭയ്ക്കകത്തും പുറത്തും പ്രകടിപ്പിക്കാനും ഞങ്ങൾ മടിക്കില്ല. ഈ ശ്രമങ്ങളിൽ മാധ്യമപ്രവർത്തകരുടെ പിന്തുണ തുടർന്നും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. പുതിയ സർക്കാർ ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾ തിരുത്തും എന്നുകൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സഹകരിക്കേണ്ടതിടത്ത് സഹകരിക്കുകയും വിയോജിക്കേണ്ടിടത്ത് വിയോജിക്കുകയും, അത് വിട്ടുവീഴ്ചയില്ലാത്ത വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതായിരിക്കും ഞങ്ങളുടെ നയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി സൂചിപ്പിച്ചതുപോലെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, ഇതായിരിക്കും ഭാരതീയ ജനതാ പാർട്ടി സഭയ്ക്കകത്തും പുറത്തും എടുക്കുന്ന സമീപനം. എല്ലാ വിഭാഗം ജനങ്ങളെയും തുല്യരായിട്ട് കണക്കാക്കണം. ആരെങ്കിലും കൂടുതൽ തുല്യരായിട്ട് മാറുന്ന ആ സാഹചര്യം കേരളത്തിൽ ഉണ്ടാകരുത്. ഇപ്പൊ തന്നെ കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാരിൻ്റെ ഈ 2-3 ദിവസമായിട്ടുള്ളൂ, പക്ഷേ ഈ 3 ദിവസത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ ആശങ്കയുണ്ടാക്കുന്നതാണ്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഏതാണ്ട് 3 ദിവസം എടുത്തു വകുപ്പ് വിഭജനം പൂർത്തിയാക്കാൻ. കേരളത്തിൽ മുൻകാലങ്ങളിലെ സർക്കാരുകളോ, നരേന്ദ്രമോദി സർക്കാരിൽ മന്ത്രിയായിരിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. വൈകുന്നേരം സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ വകുപ്പ് വിഭജനം പൂർത്തിയാക്കിയതായിരുന്നു നരേന്ദ്രമോദി സർക്കാരിൻ്റെ ശൈലി. ഇവിടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് വകുപ്പ് വിഭജനം പൂർത്തിയാക്കിയത്. നിങ്ങൾ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ പിടിവാശി, അവരുടെ കടുത്ത നിലപാടുകൾ, ആ നിലപാടുകൾ കാരണമാണ് ഈ തരത്തിൽ വകുപ്പ് വിഭജനം വൈകിയത് എന്നുള്ളത് എനിക്ക് നേരിട്ടുള്ള അറിവല്ല, നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇതേ നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ
അത് അത്ര നല്ലതായിരിക്കില്ല എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. കോൺഗ്രസിന് തന്നെ ധാരാളം വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നു. കോൺഗ്രസ് കാലാകാലങ്ങളായിട്ട് കൈവശം വെച്ചിരുന്ന പല വകുപ്പുകളും വിട്ടുകൊടുക്കേണ്ടി വന്നു. ഇതൊക്കെ സംഭവിച്ചിരിക്കുകയാണ്. അതിനപ്പുറത്ത് വളരെ വിചിത്രമായിട്ട് തോന്നിയ ഒരു കാര്യം, സാധാരണ എല്ലാ സർക്കാരിലും ആഭ്യന്തരമന്ത്രിക്കാണ് രണ്ടാം സ്ഥാനം മന്ത്രിസഭയിൽ. ഇവിടെ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് മന്ത്രിസഭയിലെ രണ്ടാമൻ. സംസ്ഥാന ഭരണത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആഭ്യന്തരമന്ത്രിയാണ്. മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാലിക്കുട്ടിയേക്കാൾ മുൻപേ നിയമസഭയിലും മന്ത്രിസഭയിലും അംഗമായിട്ടുള്ള ഒരാളാണ് ശ്രീ രമേശ് ചെന്നിത്തല. അങ്ങനെയുള്ള ഒരാളെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയത് നൽകുന്ന സന്ദേശം അത് വളരെ ഗൗരവമുള്ള ഒരു സന്ദേശമാണ്. മന്ത്രിസഭയുടെ ഘടന പരിശോധിച്ചാൽ 21 അംഗ മന്ത്രിസഭയിൽ 12 പേർ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ്. എനിക്കതിൽ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്താനല്ല. 12 അംഗങ്ങൾ ന്യൂനപക്ഷമാകുമ്പോഴും ഭൂരിപക്ഷ സമുദായത്തെ അവഗണിക്കരുത് എന്ന് മാത്രമേ എനിക്ക് മുഖ്യമന്ത്രിയോടും മന്ത്രിസഭയോടും അഭ്യർത്ഥിക്കാനുള്ളൂ. മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു, സമുദായ നേതാക്കളുടെ തിണ്ണ നിറങ്ങില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ബിഷപ്പ് ഹൗസിലേക്കാണ് ആദ്യം പോയത്. സത്യപ്രതിജ്ഞ ചെയ്ത് അദ്ദേഹം ആദ്യം പോയത് ഒരു ബിഷപ്പ് ഹൗസിലേക്കാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ കാണുന്നതിലും അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമില്ലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ തിണ്ണം നിറങ്ങൽ പ്രയോഗം അത് SNDP NSS നേതൃത്വത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് എങ്കിൽ അത് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് കേരളത്തിലെ ഭൂരിപക്ഷ സമുദായം മനസ്സിലാക്കും. അതുകൊണ്ട് ഭൂരിപക്ഷ സമുദായ നേതാക്കളോടുള്ള ഈ ശത്രുതാപരമായ സമീപനം, ആ സമീപനം മുഖ്യമന്ത്രി അവസാനിപ്പിക്കണം. രണ്ടാമത്തെ കാര്യം, ശബരിമല നാമജപ പ്രതിഷേധത്തിലെ കേസുകൾ, ആ കേസുകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു നിലപാടും സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടില്ല. സ്വർണക്കൊള്ളയിൽ അന്വേഷണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നും സൂചിപ്പിച്ചിട്ടില്ല. നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഈ കേസ് CBI അന്വേഷിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുമോ, അതോ ആ നിലപാട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായതോടുകൂടി അത് മാറ്റിവെച്ചു? അന്നത്തെ ഈ സ്വർണക്കൊള്ളയുടെ കാലത്ത് ആ സംഭവത്തിൽ അന്നത്തെ സർക്കാരിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിനുള്ള ബന്ധം, ആ ബന്ധവും കൂടി അന്വേഷണത്തിൽ വരണം. സിൽവർ ലൈൻ ഇന്നലെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളും ആ കാലത്ത് അതിനെതിരായിട്ട് ശക്തമായിട്ട് സമരത്തിലുണ്ടായിരുന്ന ആളുകളാണ്. ആ സമരത്തിന്റെ പേരിലുള്ള നിരവധി ആളുകൾക്കെതിരായിട്ടുള്ള കേസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സിൽവർ ലൈൻ ഉപേക്ഷിച്ചാൽ മാത്രം പോരാ, അന്ന് സമരം ചെയ്ത ആളുകൾക്കെതിരായിട്ടുള്ള കേസുകൾ, ആ കേസുകൾ പിൻവലിക്കൽ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. അത് അടിയന്തരമായിട്ട് നടപടികളിലേക്ക് കടക്കണം. മറ്റൊരു കാര്യം, ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അത് സംബന്ധിച്ച് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന, ആ പ്രസ്താവന അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. മതനിരപേക്ഷതയ്ക്കെതിരാണ് വന്ദേ മാതരത്തിലെ വരികൾ എന്ന് പറയാൻ CPM-ന് മാത്രമേ കഴിയുള്ളൂ. ദേശീയ ഗീതത്തെ അപലപിക്കുന്നവർ അത് രാജ്യവിരുദ്ധതയാണ് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളെ എന്ത് പേരിട്ട് വിളിക്കണം എന്ന് ജനം തീരുമാനിക്കും. എനിക്ക് CPM നേതൃത്വത്തോട് ആവശ്യപ്പെടാനുള്ളത്, വന്ദേ മാതരത്തിലെ ഏത് വരികളാണ് മതനിരപേക്ഷതയ്ക്ക് വെല്ലുവിളി എന്ന് ആ വരികൾ കൂടി ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാകണം എന്നുള്ളതാണ്.
പണ്ട് വന്ദേ മാതരം വിലക്കിയത് ബ്രിട്ടീഷുകാരാണ്. ഇപ്പോ അങ്ങനെയുള്ളൊരു വിലക്കുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് ഇപ്പൊ CPM ആണ്. നമുക്കെല്ലാവർക്കും അറിയാം CPM-ന്റെ നിലവിലുള്ള സ്ഥിതി എന്താണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രാജ്യത്തിന്റെ ഭൂപടത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകുന്നത് ആയത് ഈ തരത്തിലുള്ള നിലപാടുകൾ കൊണ്ടാണ് എന്ന് തിരിച്ചറിയുന്നത് അവർക്ക് തന്നെ നല്ലതാണ് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. പാർലമെന്ററി പാർട്ടി ആ നിലയിൽ കൂടിയിട്ടില്ല. അത് ആവശ്യപ്പെടേണ്ടത് കേന്ദ്ര ഗവൺമെന്റിനോട് സംസ്ഥാന സർക്കാരാണല്ലോ ആവശ്യപ്പെടേണ്ടത്. ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അടക്കം വരും. എവിടെ, ഏത് വിഷയത്തിൽ? വിഷയം വരട്ടെ, അപ്പോൾ നമുക്ക് ആലോചിക്കാം. ഞങ്ങളുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതിന്റെ ഒരു ചെറിയ സൂചന നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കിട്ടിക്കാണും. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഞങ്ങള് ബിബി ഗോപകുമാർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ഞങ്ങളുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ചെറിയൊരു സൂചന കിട്ടും. അതാണ് ഞങ്ങളുടെ നിലപാട് ഇപ്പൊ എനിക്ക് പറയാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ അതത് സമയത്ത് ഉചിതമായിട്ടുള്ള തീരുമാനം പാർട്ടി കൈക്കൊള്ളും. ഞാനിപ്പോൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെ തീരുമാനിക്കും. ഞാൻ പറഞ്ഞത് വകുപ്പ് വിഭജനം പൂർത്തിയാക്കാൻ ഇത്രയും ദിവസമെടുത്തത് മുസ്ലിം ലീഗിന്റെ പിടിവാശി കൊണ്ടാണ് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തത്, ഞാനല്ല പറഞ്ഞത്. അല്ല, അതാണല്ലോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, നിങ്ങൾ പറയുന്ന ഞാനിപ്പോൾ ഒരു ദിവസമല്ലേ ആയിട്ടുള്ളൂ സഭയിൽ, സത്യപ്രതിജ്ഞയല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ബാക്കി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. നിങ്ങളെയോ? നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ നിങ്ങളോട് ആവർത്തിക്കുക. അതായത് വകുപ്പ് വിഭജനം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടാകാത്ത തരത്തിൽ 3 ദിവസം വൈകുക, അത് കഴിഞ്ഞ് ഇത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് മറ്റത് വേണം എന്നുള്ള പിടിവാശി ഉണ്ടാവുക, ചില പ്രത്യേക വകുപ്പുകൾ ഒരു പാർട്ടിക്ക് തന്നെ വേണം, മുസ്ലിം ലീഗിന് തന്നെ വേണം എന്നാവശ്യപ്പെടുക, ഇതൊക്കെ ആണ് വകുപ്പ് വിഭജനം വൈകാൻ കാരണം എന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഏതാണ്ട് കാര്യങ്ങളുടെ സ്ഥിതിഗതികൾ കാണുമ്പോൾ അത് ശരിയാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനും പറഞ്ഞത്. ഓക്കെ.